അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ക്രിസ്ത്യൻ സമൂഹവുമായി വലിയ രാഷ്ട്രീയ സൗഹാർദ്ദത്തിന് ഒക്കെ പുതിയ പുതിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിലെ സഭാപ്രതിനിധികൾ നേതൃത്വം തന്നെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ BJP എങ്ങനെയാണ് കാണുന്നത്? അതിനൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ തരത്തിൽ ജനകീയ വിചാരണ ഇപ്പോൾ സഭ തന്നെ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ്. ആ തരത്തിൽ നീതിയുക്തമല്ല എന്ന് ഒരു വലിയ സമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അത് അഭിലഷണീയമാണോ? ഞാൻ മാതൃഭൂമിയുടെ ഇംഗ്ലീഷിലുള്ള ഓൺലൈനിൽ ഒരു സംഗതി വായിക്കാം. The situation escalated when one of the girls reportedly told police that she was taken without her consent. ജൂലൈ 27 മാതൃഭൂമി.com ഓൺലൈൻ വാർത്തയാണ്. ഈ അന്തരീക്ഷം ഗുരുതരമായത് ഒരു പെൺകുട്ടി പോലീസിനോട് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതോടു കൂടിയാണ്. Additionally, the girls were not carrying Aadhaar cards which further raised suspicion. നോക്കൂ, ഇത് ഛത്തീസ്ഗഡാണ്. ഈ പെൺകുട്ടികൾ വരുന്നത് നാരായൺപൂരിൽ നിന്നാണ്. നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ ആണ്. അവിടെ യുദ്ധം നടക്കുകയാണ് നക്സലേറ്റുകളും സായുധ സേനയുമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടികൾ നിൽക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പോയി അവരോട് ടിക്കറ്റ് ഉണ്ടോ ചോദിക്കുന്നു. ടിക്കറ്റ് ഇല്ല. അവരോട് ആധാർ കാർഡ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ല. അപ്പോൾ ഇത് ഒരു വിഷയമാവുന്നു. എന്താ നിങ്ങൾ പിന്നെ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ആഗ്രയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ പെൺകുട്ടികൾ ഒരാൾ ഞങ്ങൾ ആഗ്രയിൽ പോകാനല്ല വന്നത്, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തന്നെ നിൽക്കാനാണ് വന്നത് എന്ന് പറയുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പോലീസ് വരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. അതായത് എന്നെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. ഇതോടുകൂടി സിറ്റുവേഷൻ വഷളാവുന്നു. പിന്നെ അത് പോലീസാവുന്നു, കേസാവുന്നു, കോടതിയിലെത്തുന്നു. ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാ തെറ്റ് എന്ന് നമ്മൾക്കറിയില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ഇന്ന് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഇതാണ്: ദിസ് ഈസ് എ സീരിയസ് മാറ്റർ റിലേറ്റഡ് ടു വുമൻസ് സേഫ്റ്റി. ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദിസ് കേസ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. ദി മാറ്റർ ഈസ് അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ദി ലോ വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. Chhattisgarh is a peaceful state where people of all religions and communities live in harmony. It is extremely unfortunate to give a political color to the issue related to the safety of our Bastar daughters. ഒരു സംസ്ഥാനത്ത് ഒരു ചെറിയ ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടാവുന്നു ഒരു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച്. സത്യത്തിൽ ഇത് ഇത്ര രൂക്ഷമാവാൻ കാരണം ഛത്തീസ്ഗഡ് ആയതുകൊണ്ടാണ്. കാരണം അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദേഹപരിശോധന ഉണ്ടാവും, ആധാർ കാർഡ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. കാരണം മാവോയിസവുമായി ബന്ധപ്പെട്ട യുദ്ധം അവിടെ നടക്കുകയാണ്. ഈ കുട്ടികൾ വരുന്നത് നാരായൺപൂരിൽ നിന്നാണ്. അത് തന്നെ പ്രശ്നബാധിത പ്രദേശമാണ്. നാരായൺപൂർ എന്ന് പറയുന്നത് വലിയ നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ. പക്ഷെ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പരാമർശം ഈ കുട്ടികൾ അവിടുത്തെ SP ആയ ശ്വേതാ സിൻഹയോട് പറഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ SP അടക്കമുള്ള പോലീസുകാരെത്തി. അതിനു മുൻപ് ബജ്രംഗദൾ പ്രവർത്തകർ അടക്കം ചേർന്നുകൊണ്ടുള്ള കൂട്ട വിചാരണ സംഭവിച്ചു. ഈ കന്യാസ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ തടഞ്ഞു വെക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അതായത് സിറ്റുവേഷൻ ഉണ്ടായതിനു ശേഷം, പോലീസ് അടക്കം എത്തിയതിനു ശേഷമാണ് അങ്ങേ പറയുന്ന എസ്കലേഷൻ ഉണ്ടായത്. അതിനു മുൻപ് ഈ ജനകീയ വിചാരണ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആൾക്കൂട്ട വിചാരണ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി അങ്ങ് പറഞ്ഞ അതേ ഈ പത്രവാർത്തയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്ന, അതായത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളടക്കം വിശദീകരിക്കുന്നുമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ കന്യാസ്ത്രീകളും രണ്ടോ മൂന്നോ പെൺകുട്ടികളും ചേർന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ ഉണ്ടാകുന്നില്ല. ഈ വെറുപ്പും വിദ്വേഷവും സംശയവും വസ്ത്രമടക്കം കണ്ടുകൊണ്ടുള്ള വിശകലനവും സംശയദൃഷ്ടിയും ഉണ്ടാകുന്നിടത്താണ് അങ്ങ് പറഞ്ഞ ഈ സിറ്റുവേഷനും പിന്നീട് അതിൻ്റെ എസ്കലേഷനും ഉണ്ടാകുന്നത്. പിന്നെ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് മർദ്ദനം ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നീതിയും നിയമവും ഒക്കെ ഏത് വഴിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ കാലത്ത് എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ.
അയ്യോ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് തർക്കിച്ചിട്ട് കാര്യമല്ല. എനിക്കൊന്നേ അറിയാനുള്ളൂ, ഏത് സാഹചര്യത്തിലാണ് മാതൃഭൂമി പത്രം പറയുന്നത് പോലെ ഈ പെൺകുട്ടി എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചാൽ മതി. ഞങ്ങൾ അവിടെ സ്ഥലത്തില്ലായിരുന്നു. നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത. അതായത് പെൺകുട്ടി പറഞ്ഞു പോലീസിന് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ ദുർഗിലെ BJP നേതാക്കന്മാരായി ബന്ധപ്പെട്ടു. അവർ പറയുന്നത് നമ്മൾ ഈ സംഭവം അറിയില്ല, ഞങ്ങൾക്ക് ഈ സംഭവം അറിയില്ല. പിന്നീട് ഇത് വിവാദമായ ശേഷമാണ് അറിയുന്നത്. ഒരു പെൺകുട്ടി പോലീസ് വരുന്നു, പ്രശ്നമാവുന്നു. പ്രശ്നത്തിന് എന്താ കാരണം? ഛത്തീസ്ഗഡാണ്. രേഖകളില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഛത്തീസ്ഗഡിൽ പ്രശ്നമാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ ഒരു ഹോട്ടലിൽ ഞാൻ പറഞ്ഞുതരാം. ഈ രാജ്യത്തെ നിയമത്തെ വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അയ്യോ എന്ന് അത്ഭുതപ്പെടുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി എനിക്ക് മനസ്സിലാകും. നീതി നിർവഹണ സംവിധാനത്തെ വിശ്വാസമില്ല, അതിനെ സംശയത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നീതി നിർവഹണം എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു തലമാണ്. അങ്ങ് നിയമത്തെയും നീതി നിർവഹണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ? രണ്ടും രണ്ടാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അങ്ങേക്കറിയാം, പക്ഷെ അത് കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ പേടിച്ചു പോകുന്നു, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, എനിക്കുണ്ടായ അനുഭവം പറയട്ടെ. എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഛത്തീസ്ഗഡിൽ രാത്രി ഹോട്ടലിൽ താമസിക്കുന്നു. 8:45 എൻ്റെ വാതിലിന് മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ ഒരു സഫാരി സൂട്ടിട്ട ഒരു ഉദ്യോഗസ്ഥൻ, അയാളുടെ 2 വശവും മെഷീൻ ഗണ്ണുമായി 2 പോലീസുകാർ അല്ലെങ്കിൽ സുരക്ഷാ സേന. നിങ്ങൾ ശ്രീ പത്മനാഭൻ ഹേ ചോദിച്ചു. യെസ് മേ ഹൂ എന്ന് പറഞ്ഞു. ആപ്കാ ഐഡന്റിറ്റി കാർഡ് ദോ. ഞാൻ ഐഡന്റിറ്റി കാർഡ് എടുത്തു. എന്തിനാ വന്നത് ചോദിച്ചു. ഞാനിവിടെ ഒരു മീറ്റിങ്ങിനാണ് വന്നത്. അതിൻ്റെ ഇൻവിറ്റേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നോട് സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞവർ പോയി. കേരളത്തിൽ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചാൽ രാത്രി 8:30 8:45 വന്ന് വാതിൽ മുട്ടിയിട്ട് തോക്കുമായി ആൾ വരുമോ? ദിസ് ഈസ് എ നക്സലൈറ്റ് ഇൻഫെക്റ്റഡ് ഏരിയ. പോലീസ് അന്വേഷിച്ചോ? അല്ല, റെയിൽവേ പോലീസ് അന്വേഷിച്ചോ എന്ന കാര്യം അവിടെ ഇല്ല. പോലീസും റെയിൽവേ പോലീസും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായ ഒരു വലിയ ആൾക്കൂട്ട വിചാരണ അവിടെ നടക്കുന്നുണ്ട്. അല്ലല്ല, മാതൃഭൂമി പറഞ്ഞതിനൊപ്പം അല്ലല്ല, പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല. പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല. പോലീസ് അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിക്കും. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അങ്ങ് മാതൃഭൂമി എന്ന വലിയ നീട്ടവും കുറുക്കവും വെച്ച് പറയുമ്പോ ഇവിടെ അങ്ങനെ മാതൃഭൂമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല. മാതൃഭൂമി പറഞ്ഞതിൽ തെറ്റുമില്ല. ആ പത്രത്തിൽ പറയുന്ന കാര്യം ആ കുട്ടി പറഞ്ഞു എന്നാണ്. ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നുള്ളതാണ്. ഈ അങ്ങ് ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ, മുദ്രാവാക്യം വിളിക്കുക, തള്ളിപ്പറ, വാർത്തയെ തള്ളിപ്പറ. നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറ. ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എൻ്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാന്ന്. അപ്പൊ പിന്നെ പോലീസുകാരൻ എന്ത് ചെയ്യണം? പോലീസുകാരൻ എന്ത് ചെയ്യും? പറയൂ, ചോദിക്കൂ. നിങ്ങളൊരു പോലീസുകാരനോട് ചോദിക്കൂ. നിങ്ങളെ വാർത്ത നിങ്ങൾ തള്ളി പറയും ആദ്യം, എന്നിട്ട് എന്നോട് തർക്കിക്കും. നിങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളൊക്കെ ഈ വിവരം അറിയിച്ചത് നിങ്ങളാ. വി ആർ കോട്ടിങ് യു, നോട്ട് എനിബഡി എൽസ്. നിങ്ങളെയാണ് ഞങ്ങൾ കോട്ട് ചെയ്യുന്നത്. തള്ളിപ്പറ. ഒരു പെൺകുട്ടി എന്ത് സാഹചര്യത്തിൽ പോലീസിനോട് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ആ വാർത്ത തെറ്റാന്ന് നിങ്ങൾ പറ. ഞാൻ പിൻവലിക്കാം. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവിടെ തർക്കം നടക്കുന്നില്ലല്ലോ, ഇവിടെ ഏകപക്ഷീയമായ പ്രസംഗമല്ലേ നടക്കുന്നത്. പിന്നെന്താ? അതൊന്നും വേണ്ട. അല്ല, അങ്ങ് ഈ പരിഹാസവും പുച്ഛവും ഒക്കെ കഴിയുമ്പോ ഒന്ന് അറിയിച്ചാൽ മതി. എന്തിന് ചൂടാവണം? എന്തിന് ചൂടാവണം? ചൂടാവണമെന്ന് അങ്ങേക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്ക് താല്പര്യമില്ല. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല. പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിരോധമില്ല. നിങ്ങളാ വാർത്ത കൊടുത്ത്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇത് സത്യമാണത്. നിങ്ങളാണ് ആ വാർത്ത കൊടുത്തത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു. അവിടെ ഒരു BJP നേതാവ് സംഭവ സ്ഥലത്തില്ലായിരുന്നു.
വെറുതെ ഇതെന്താ അറിയോ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത്. അത് അത്ര നല്ലതല്ല. ഞങ്ങളിത് കുറെ കണ്ടതാ. മഹാത്മാഗാന്ധിയെ കൊന്നതാണ് ഞങ്ങളാണ് 75 കൊല്ലം പറഞ്ഞു നടന്നു. അവസാനം ഗുജറാത്തിൽ ഞങ്ങൾ ജയിക്കാൻ തുടങ്ങി. ഞാൻ ഇടപെടുകയാണ്, മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് ഏറെക്കുറെ എനിക്ക് ധാരണയായതിനാൽ ഞാൻ പറയുന്നു. പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു കാര്യം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു ഇത്തിരി മര്യാദയാവാം കേട്ടോ. അങ്ങിത് നിർത്താതെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞാനത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മര്യാദ കമ്മിയാന്ന് കൂട്ടിക്കോളൂ. എനിക്ക് മര്യാദ കമ്മിയാണ്, അങ്ങനെ കൂട്ടിക്കോളൂ. ഒരു വിരോധമില്ല. കഴിഞ്ഞുവോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ വി പി ശ്രീപത്മനാഭൻ ആദ്യത്തെ വാക്ക് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറയാൻ പോകുന്ന വാർത്ത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഈ പെൺകുട്ടികളിൽ ഒരാൾ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം എന്നെ നിർബന്ധപൂർവ്വമാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലീസിന് മൊഴി നൽകിയത്രേ. പോലീസിന് മുന്നിൽ വെച്ച് അത് പറഞ്ഞു അത്രേ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതെന്ന് ഒരു ദേശീയ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. ഞാൻ മാതൃഭൂമിയെ വായിച്ചത്. അങ്ങേക്ക് മുഴുവൻ കേൾക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ട് എങ്കിൽ അത് എന്റെ പ്രശ്നമല്ല. ഞാൻ മാതൃഭൂമിയുടെ കാര്യവും ഇവിടെ പറഞ്ഞു. അങ്ങ് വല്ല സംഗീത പരിപാടിയും അവതരിപ്പിക്കാൻ വന്നതാണോ? മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പലതും പറയും. അത് എന്റെ പലതുമൊന്നും പറയാൻ കഴിയില്ല. ഞാൻ തീരുമാനിക്കും. ഏകപക്ഷമായ ഒരു ചർച്ചയുടെ മുഴുവൻ തുടക്കവും മൂളുക അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പറയുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളാണ് അബദ്ധം കാണിച്ചത്. നിങ്ങൾ മാതൃഭൂമിയാണ് അബദ്ധം കാണിച്ചത്. ഈ വാർത്ത എപ്പോഴും പെൻഡിങ്ങാ. One of the girls, the situation escalated when one of the girls complained to the police that I was brought here without my consent. മാതൃഭൂമിയിൽ ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നുണ്ട്. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിക്കുറവ് പ്രേക്ഷകർക്കില്ല. അങ്ങ് അത് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കുഴപ്പം. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കുഴപ്പം. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ശ്രീ വി പി ശ്രീപത്മനാഭൻ ഞാൻ എന്റെ ക്ഷമയുടെ പരമാവധി അങ്ങയോടുള്ള ബഹുമാനം കാരണം കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങ് എന്നെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന എന്നെ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പ്രൊഡ്യൂസർ ഇടപെടണം കേട്ടോ. ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങ് മാതൃഭൂമിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല. ഇത് ശരിയല്ല. ഇത് തീരെ ശരിയല്ല. ഒരാളോടൊരു ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്. ഒരാളോട് ബഹുമാനം കാണിക്കുക. അങ്ങ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം പറയാൻ ഇത് ആദ്യത്തെ ദിവസമാണ് മാതൃഭൂമി ചർച്ച ചെയ്തത്. അങ്ങ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ എന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രീതിയല്ല. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ അല്ലല്ല അങ്ങനെ സൗകര്യത്തിന് പറയും. ഒരു കാര്യം ബി ജെ പി ഓഫീസല്ല. ഞാൻ ചർച്ചയ്ക്കാണ് ആളെ വിളിച്ചത്, പ്രസംഗത്തിനല്ല എന്ന് ഞാൻ ബഹുമാന പുരസ്സരം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി. ശരി, അങ്ങേക്ക് മനസ്സിലാവുന്നത് ശരി. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ